everyone, welcome back to my channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ മുൾത്താനി മിട്ടി വെച്ചിട്ടൊരു ഫേസ് പാക്ക് ആണ്. നമ്മൾ ഓയിലി സ്കിന്നാർക്കും കോമ്പിനേഷൻ സ്കിന്നാർക്കും ഡ്രൈ സ്കിന്നാർക്കും സെൻസിറ്റീവ് സ്കിന്നാർക്കൊക്കെ എല്ലാം ചേരുന്ന ഒന്നാണ് മുൾത്താനി മിട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഓയിലി സ്കിന്നാർക്ക്, അതായത് ഭയങ്കര ഓയിലിയാണ് ഫേസ്, അതുകൊണ്ട് നിറച്ച് പിമ്പിൾസ് വരുന്നു, ബ്ലാക്ക് ഹെഡ്സ് വരുന്നു എന്നിങ്ങനെ പ്രശ്നമുള്ള ഓയിലി സ്കിന്നാർക്ക്, ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഏതാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുൾത്താനി മിട്ടി എന്നേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മുൾത്താനി മിട്ടി വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാ, അതുപോലെ തന്നെ എന്താണ് മുൾത്താനി മിട്ടി, അതിന്റെ ബെനിഫിറ്റ്സ് എന്താ, കൂടാതെ അതിന്റെ സൈഡ് എഫക്ട്സും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. കൂടാതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളെല്ലാവരും ഈ മുൾത്താനി മിട്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇതിന്റെ യൂസസും ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒന്നും വലിയ പിടുത്തുണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാൻ കുഞ്ഞായിട്ടൊന്ന് പറഞ്ഞു പോവാം. മുൾത്താനി മിട്ടി എന്ന് വെച്ചാൽ നമുക്കറിയാം, മിട്ടി എന്ന് വെച്ചാൽ മണ്ണെന്നാണ് അറിയാം കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ അടുത്തുള്ളൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ നിന്ന് ഒരു സിറ്റി എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കായിട്ട് ഒറിജിൻ വന്നത്. ആ സിറ്റിയുടെ പേരാണ് മുൾത്താൻ എന്ന് പറഞ്ഞ സിറ്റി. അപ്പൊ ആ ഇന്ത്യക്ക് അടുത്തുള്ള കൺട്രി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ. നമ്മുടെ ഇന്ത്യയുടെ തൊട്ട് ഒരു കൺട്രി ആട്ടോ. അപ്പൊ ആ കൺട്രിയിലുള്ള ഒരു സിറ്റി എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മുൾത്താനി മിട്ടിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ആൾക്കാർ യൂസ് ചെയ്ത ഒന്ന്, പല പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്ത ഒന്നാട്ടോ ഈ മുൾത്താനി മിട്ടി എന്ന് പറയുന്നത്. ഇതൊരു മിനറൽ റിച്ച് ആയിട്ടുള്ളൊരു ക്ലേ ആണ്. ഓക്കെ, ഇതിൽ ഒരുപാട് മാഗ്നീഷ്യം ക്ലോറൈഡും അതുപോലെ തന്നെ കാൽഷ്യം ബെൻറ്റോണൈറ്റ് ഉണ്ട്. നമുക്കറിയാം ബെൻറ്റോണൈറ്റ് ക്ലേ നമുക്ക് കേട്ടിട്ടുണ്ട്. നമ്മൾ സോപ്പിനും അതുപോലെ തന്നെ നമ്മൾ ഫേസ് മാസ്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ബെൻറ്റോണൈറ്റ് ക്ലേ എന്ന് പറയുന്നത്. അതിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് കാൽഷ്യം ബെൻറ്റോണൈറ്റ് എന്ന് പറയുന്നത്. ഈ മുൾത്താനി മിട്ടിയുടെ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഫുള്ളേഴ്സ് എർത്ത് ആണ്. അതായത് പണ്ട് കാലങ്ങളിൽ ഒരു ടെക്സ്റ്റൈൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവരുടെ പേര് ഫുള്ളേഴ്സ് എന്നായിരുന്നു. അവർ ഈ മുൾത്താനി മിട്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവരുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇതിന് ഫുള്ളേഴ്സ് എർത്ത് എന്ന് ഇംഗ്ലീഷിൽ പേര് വന്നു എന്നാണ് പണ്ടത്തെ കഥകളൊക്കെ, ആർക്കറിയാം, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. പണ്ട് കാലങ്ങളിൽ രാജ്ഞിമാരും ഒക്കെ യൂസ് ചെയ്തത് മുടിക്കയിലും ഹെയറിനായിട്ടും യൂസ് ചെയ്ത ഒന്നാണ് ഈ മുൾത്താനി മിട്ടി. കൂടാതെ വേൾഡ് വാർ 2 ഈ മുൾത്താനി മിട്ടിയും വെള്ളം കൂടി ചേർത്ത് കാലിലൊക്കെ പുരട്ടായിരുന്നു അത്ര, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഇത് പുരട്ടായിരുന്നു അത്ര. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മുൾത്താനി മിട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. വർഷങ്ങൾക്ക് മുൻപേ ആൾക്കാർ ഹെയർ കെയറിനും സ്കിൻ കെയറിനൊക്കെ യൂസ് ചെയ്ത ഒന്നാണ് ഈ മുൾത്താനി മിട്ടി എന്ന് പറയുന്നത്. മുൾത്താനി മിട്ടിയുടെ ബെനിഫിറ്റ്സ് എന്നുള്ളത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് മുൾത്താനി മിട്ടി വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്ലേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽസും ഇംപ്യൂരിറ്റീസ് ഡേർട്സ് ഇതെല്ലാം വലിച്ചെടുക്കാനായിട്ട് നല്ല ശക്തിയായിട്ട് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ മുൾത്താനി മിട്ടിക്കുണ്ട്. അതുപോലെ തന്നെ ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്ക്രബ്ബർ ആണ്. കൂടാതെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിഗ്മെന്റേഷൻസ് എല്ലാം മാറാനും നമ്മുടെ സ്കിൻ നല്ല നല്ല ബ്രൈറ്റനിങ് ചെയ്യാനും എല്ലാം സഹായിക്കുന്ന ഒന്നാട്ടോ. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് മാറ്റും. അതുപോലെ തന്നെ ക്ലോഗ്ഡ് ആയിട്ടുള്ള പോസിനുള്ളിൽ ചെളിയെല്ലാം കളയും, ഓപ്പൺ പോസ് എല്ലാം നല്ല ക്ലീൻ ആക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് മുൾത്താനി മിട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഇതിനൊരു സൈഡ് എഫക്ട്സ് കൂടി ഉണ്ട്. ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുൾത്താനി മിട്ടി നമ്മുടെ മുഖത്തുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം ഓയിലൊക്കെ നല്ലോണം വലിച്ചെടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അത്ര അങ്ങോട്ട് നല്ല ഒന്നല്ല ഈ ഒരു മുൾത്താനി മിട്ടിയുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. കാരണം ഒന്നാമതേ നമ്മുടെ സ്കിന്നും ഒക്കെ ഡ്രൈ ആണ്. അതിൻ്റെ കൂടെ മുൾത്താനി മിട്ടി അപ്ലൈ ചെയ്ത് നമ്മുടെ മുഖത്തുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ വലിച്ചെടുക്കുമ്പോൾ മുഖം ഭയങ്കര ഡ്രൈ ആയിപ്പോവും. ആ മുഖത്തുണ്ടാകുന്ന മോയ്സ്ചർ മുഴുവൻ അത് വലിച്ചെടുക്കും. അതുകൊണ്ട് ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഒട്ടും ചേരാത്ത ഒന്നാണ് ഈ ഒരു മുൾത്താനി മിട്ടി. നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ആഴ്ചയിൽ ഒരു തവണ മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും നിങ്ങൾക്ക് ഈ മുൾത്താനി മിട്ടിയുടെ കൂടെ നിങ്ങൾക്ക് കേട് അല്ലെങ്കിൽ പാല്, കാരണം അതിലൊരു ഒരു അംശമുണ്ട് കേടിലും പാലിലും ആയതുകൊണ്ട്, അതുകൊണ്ട് നമുക്ക് മുൾത്താനി മിട്ടി കേടിന്റെയോ പാലിന്റെയോ കൂടെ, പശുവിന്റെ പാലിന്റെ കൂടെ നമ്മൾ ചേർത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മുൾത്താനി മിട്ടിയുടെ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ സൈഡ് എഫക്ട്സും എന്ന് പറയുന്നത്. അപ്പോൾ ഓയിലി സ്കിന്നുള്ള
ഉള്ളവർ നിങ്ങൾ ആഴ്ചയിൽ 2 തവണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻ ഓർ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ നിങ്ങൾ ആഴ്ചയിൽ ഒറ്റ തവണ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ മുൾത്താണി മിട്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ നന്നായിട്ട് ഉണങ്ങാൻ സമ്മതിക്കരുത് കേട്ടോ. അതൊന്ന് വെറ്റായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളത് കളയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് ആൻഡ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുൾത്താനി മിട്ടിയാണ്. ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ മുൾത്താനി മിട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വൈറ്റ് ടെർമറിക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കസ്തൂരി മഞ്ഞളായാലും പ്രശ്നമൊന്നുമില്ല. കൂടെ ഇതിലേക്ക് ഞാൻ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇത് ഒരു ഓയിലി സ്കിൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ ചേർക്കാം. അല്ലാതെ നിങ്ങളുടെ ഇതൊരു നോർമൽ സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തൈരോ അല്ലെങ്കിലോ പാലോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ റോസ് വാട്ടർ എടുത്തിരിക്കുന്നത് അർബൻ ബൊട്ടാണിക്സിൻ്റെ റോസ് വാട്ടർ ആണ്. ഈ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ലിക്വിഡ് പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കൂടി കാണിച്ചു തരാം. ഞാൻ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു ഫേസ് മാസ്ക് ആപ്ലിക്കേറ്ററാണ്. ഇത് കാരണം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാട്ടോ. ഇതൊരു സിലിക്കൺ മെറ്റീരിയൽ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് 2 എണ്ണമായിട്ടാണ് വരുന്നത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് ക്ലീൻ ആയ ഫേസിലോട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലും എല്ലാം നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുൾത്താനി മിട്ടി, ടെർമറിക് പൗഡർ, റോസ് വാട്ടർ അല്ലെങ്കിൽ കേർഡ് ഇതെല്ലാം നമ്മുടെ ഫേസിന് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ പോവാനും ഡേർട്ട് പോവാനും എല്ലാനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാട്ടോ. നമ്മുടെ മുഖത്ത് കുരുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാട് മാറാനും അതുപോലെ തന്നെ വരാതിരിക്കാനും ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ചിലർക്ക് പേടിയുണ്ടാവും, മഞ്ഞളുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത മുഖത്ത് തടി മീശയും രോമമൊന്നും വരില്ലെന്ന് പേടിയുണ്ടാവും. അങ്ങനെ പേടിയുള്ളവർ നിങ്ങൾക്ക് ആ കുരു വരുന്ന സ്ഥലത്ത് മാത്രം ഇത് നല്ല തിക്കായിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. ഫേസിലും കഴുത്തിലെല്ലാം നല്ലതായിട്ട് പുരട്ടിയ ശേഷം ഒരു മാക്സിമം 10 മിനിറ്റ് വരെ വച്ചാൽ മതി. അധികം ഉണങ്ങാനായിട്ട് നിൽക്കണ്ട. കാരണം ഇത് മുൾത്താനി മിട്ടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് വലിഞ്ഞ് നമ്മുടെ ഫേസിൽ റിങ്കിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണങ്ങിക്കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം വച്ചൊന്ന് തൊട്ട് ഒന്ന് കുതിർത്തിയിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യാനായിട്ട് കേട്ടോ. നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. സ്കിൻ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും. ചിലർക്ക് മുൾത്താനി മിട്ടി വച്ച ശേഷം ഒരു മുഖത്ത് ചെറിയൊരു പുകച്ചില പോലെ തോന്നും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നെങ്കിൽ അലോവേര ജെൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എന്തായാലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യേണ്ടത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുൾത്താനി മിട്ടി വെച്ചിട്ടുള്ള ഫേസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ല നല്ല ബെനിഫിറ്റ്സ് തരുന്ന ഒന്നാണ് ഈ മുൾത്താനി മിട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും ഇതുപോലെ ഓയിലി സ്കിന്നാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അവർക്ക് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.